ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എണീറ്റപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. എന്നത്തെയും പോലെയല്ല, ഇന്ന് കുറച്ചധികം പണി തന്നിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വലിയൊരു ഹോളും ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ തുറന്ന് അങ്ങോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് അടുക്കളയിലേക്ക് കയറും കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് എത്തിയിട്ടില്ല, എന്നാലും അത്യാവശ്യം വലിയൊരു ഹോളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രാവിലെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. എന്നിട്ട് മണ്ണൊക്കെ അവിടെ സെറ്റ് ചെയ്ത് അവിടെ നിന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് അവിടെ ആ ഹോളൊന്ന് അടച്ച് വെച്ചിട്ട് അങ്ങനെ ഞാൻ തൃശ്ശൂർക്ക് പോകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് വന്നതിന് ശേഷം, ഇതിപ്പോൾ 4 മണിക്ക് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. പിന്നെ അപ്പോൾ ആദ്യം ആ മണ്ണൊക്കെ ഒന്ന് എടുത്ത് മാറ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വെറുതെ മണ്ണിട്ട് കൊടുത്തിട്ടൊരു കാര്യമില്ല. പിറ്റേ ദിവസം അവർ വന്നിട്ട് ഇതേപോലെ തന്നെ അവർക്ക് സുഖമായിട്ടത് തുറന്നെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം മണ്ണൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു. അതിൻ്റെ ശേഷം ഞാനിവിടെ കുറച്ച് കല്ലും കട്ടയും ഒക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ ഹോൾ ആദ്യം അടച്ചെടുക്കണം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ കുറച്ച് മെറ്റലും സിമെൻറ്റും മണലും ഒക്കെ കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് കുറേശ്ശെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അറിയില്ല എന്ന് വെച്ചിട്ട് അവിടെ മാറി നിന്നുകൊണ്ട് കാര്യമില്ല, നമുക്ക് പണികൾ കൂടുന്നുള്ളൂ. പിന്നെ നമ്മൾ വേറൊരാളെ നിർത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൈസയും കൊടുക്കേണ്ടി വരും. വെറുതെ ഇപ്പം ആരും ചെയ്തു തരുമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ അറിയാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ പഠിച്ച് വരിക. അപ്പോൾ അങ്ങനെ ഞാൻ കുറേശ്ശെ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ആദ്യം കല്ലൊക്കെ ഒന്ന് വെച്ചിട്ട് ഹോളൊന്ന് അടച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കല്ലും കട്ടയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓരോന്നോരോന്നായി ഇട്ടിട്ടൊന്ന് അവിടെ വെട്ടുകത്തി വെച്ചിട്ട് തന്നെ ഉള്ളിലേക്കൊന്ന് തട്ടി ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. വീഡിയോ ഇഷ്ടമാവാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ഓൾ എന്നുള്ള ഓപ്ഷനിൽ എനേബിൾ ചെയ്ത് വയ്ക്കണം. പിന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ വീഡിയോ കാണുമ്പോൾ. അങ്ങനെ അതിൻ്റെ ശേഷം ഞാനിപ്പോൾ അതേ കല്ലും മണലൊക്കെ കല്ലും കട്ടയൊക്കെ ഇട്ടതിന് ശേഷം ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സിമെൻറ്റും മെറ്റലൊക്കെ കൂടി ഒന്ന് അത് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തേക്കുന്നത് ഫുള്ളായിട്ട് എടുക്കുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഇപ്പോൾ അതേ കുറേശ്ശെ ഇട്ട് ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കറിയാവുന്ന രീതിയിൽ ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഇപ്പുറത്തെ സൈഡും കുറച്ചുണ്ടായിരുന്നു കേട്ടോ, പൈപ്പിൻ്റെ അടിയിലൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഫുള്ളായിട്ടൊന്ന് തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ അറിയാം എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ കുറച്ച് പുല്ലൊക്കെ സൈഡിൽ മുളച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, പറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് അടിച്ച് വാരിയെടുക്കണം. മഴയും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ബാത്തൂസ് ആണെങ്കിൽ അവളെ ചെരുപ്പ് ഇട്ടിട്ട് ഞാൻ അകത്തിരുത്തിയതാട്ടോ. അവൾ സമ്മതിക്കാതെ എൻ്റെ പുറകെ തന്നെ ഓടി പോകുന്നു, ചെരുപ്പൊക്കെ ഊരി കളഞ്ഞിട്ട്. അവൾക്ക് എൻ്റെ ചെരുപ്പ് വേണം പറഞ്ഞിട്ട് നടക്കുന്നത് കേട്ടോ. അവൾക്ക് അവളെങ്കായും വലിയ ചെരുപ്പ് ഇടാനാണ് ഇഷ്ടം കേട്ടോ. കുറേ നേരം വന്ന് ചോദിക്കുകയൊക്കെ ചെയ്തു. എനിക്കാണെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ചെരുപ്പിടാണ്ട് ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളൊരു കാര്യമല്ല കേട്ടോ. അങ്ങനെ ഞാനിവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി എടുക്കുകയാണ്. പിന്നെ അവൾക്ക് അവളെങ്കായും വലിയ ഡ്രസ്സാണ് കേട്ടോ വേണ്ടത്. ഇപ്പോൾ സുഡാപ്പിയുടെ ബനിയനിട്ടിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂർക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ തന്നെ അവൾക്ക് ബനിയനും ജീൻസും മതിയെന്ന് പറഞ്ഞിട്ട് കരച്ചിലാട്ടോ. അല്ലെങ്കിൽ ആദ്യം ഉടുപ്പൊക്കെ ഇട്ടായിരുന്ന ആളാട്ടോ. അതായത് നല്ല ഷെല്ലുള്ള ഉടുപ്പ്, പൊന്തി നിൽക്കുന്ന ഉടുപ്പ്, അതൊന്നും ചില കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ഇവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനത്തെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ലോഡ് ഉടുപ്പുണ്ട് കേട്ടോ അവിടെ. ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്നറിയില്ല. അവൾക്ക് ജീൻസ് മാത്രം മതി എന്നിട്ടാണ് നടക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ചായയൊക്കെ വെച്ചിരുന്നപ്പോഴാണ് കേട്ടോ കപ്പലണ്ടി വണ്ടി വന്നത്. അപ്പോൾ ആ വണ്ടിയിൽ നിന്ന് ഞാനൊരു 3 പാക്കറ്റ് കപ്പലണ്ടി മേടിച്ചു. സാധാ കപ്പലണ്ടി, പിന്നെ മറ്റേ ഗ്രീൻ പീസ് കടലയാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ അവർക്കതൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തിയിട്ട് വന്നു. അതിൻ്റെ ശേഷം ഞാനിപ്പോൾ ഇതൊരു 1.5 കൊല്ലത്തോളമായിട്ടോ മൈലാഞ്ചി ഒന്നും ഇടാണ്ട്. അപ്പോൾ എന്നും കാണുമ്പോൾ ഇങ്ങനെ വിചാരിക്കും. പിന്നെ ഉപ്പ മരിച്ചതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടാറുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇലയൊക്കെ ഞാനിപ്പോൾ ഒന്ന് ഊരി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് അരച്ചെടുക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ. അപ്പോൾ ഇനി മൈലാഞ്ചിയുടെ ഇല ഇട്ടിട്ട് അരച്ചിട്ട് ആരും കൈ ചോന്നില്ല എന്നൊന്നും പറയണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരെന്നുണ്ടെങ്കിൽ ഈ ട്രിക്ക് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ ചോത്ത് വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മൈലാഞ്ചിയുടെ ഇല ഒന്ന് കഴുകിയെടുത്തതാണ്. അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചെറിയൊരു കഷ്ണം പുളിയും പിന്നെ ഒരു 4-5 കരയാമ്പുമാണ് കേട്ടോ. ഒരു 7 ഒക്കെ ഉണ്ടാവും തോന്നുന്നു, ഞാൻ എണ്ണി നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ 2-3 ഇട്ട് കൊടുക്കാണ്ട് കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനിയിപ്പോൾ ഞാനിതൊന്ന് കൈ വെച്ചിട്ടാണ് കേട്ടോ ഞാനിതൊന്ന് ഇതിലേക്ക് മാറ്റി കൊടുക്കണം. അതെന്തിനാണെന്നറിയാം, നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. കയ്യിലാവുന്ന നേരം കൊണ്ട് അത് എത്ര ചുമന്ന് വരുന്നുണ്ട് എന്നുള്ളത് ഈ മിക്സിയിലേക്ക് തുടച്ചെടുക്കുന്ന സമയം കൊണ്ട് തന്നെ കയ്യിൽ എന്തോരമായിട്ട് അതൊന്ന് ചുമന്ന് വരുന്നുണ്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറിലത്തെ ഒന്ന് തുടച്ചെടുത്ത് അതിൻ്റെ ശേഷം മിക്സിയുടെ മൂടിയിലത്തെ ഒന്ന് തുടച്ചെടുത്തിട്ട് ഞാൻ ഇത് ബൗളിലേക്ക് ആക്കിയതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടോ നല്ല പോലെ തന്നെ ചുവന്ന് വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഞാനത് ഇനിയിപ്പോൾ പാത്തൂസിനൊന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത്, വരെ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അവൾക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ട് അപ്പം 2 കയ്യിലിടണമെന്ന് പറഞ്ഞാൽ 2 കയ്യിലിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇന്ന് പകൽ അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവൾക്കിത് ഇപ്പോൾ ഉറക്കം വന്നിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് എന്താ നേരെ ഇരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ അത് ഉറക്കം തൂങ്ങി തുടങ്ങി, ഭക്ഷണവും കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും വേഗം ഒന്ന് കഴുകി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നാളെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ. ഇതിപ്പോൾ നമുക്ക് 2 ദിവസം മാറ്റി വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഇപ്പോൾ കയ്യൊക്കെ ഒന്ന് കഴുകി കൊടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പോലെ തന്നെ ചുമന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ ഞാൻ നാളത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം കേട്ടോ. ഇപ്പം എന്തായാലും ഇവരൊക്കെ ഉറങ്ങി കഴിഞ്ഞിട്ടല്ലേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.